നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ LDF 3.0 എന്ന ചോദ്യം നേരിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ പറഞ്ഞ മറുപടിയുണ്ട്. നാട് ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്നവരും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പ്രതികരണം. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ കാര്യം പാർട്ടിയും തീരുമാനിക്കേണ്ടതാണ്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ കാര്യം പാർട്ടിയും. സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കണ്ട് അതിൽ അഭിരമിച്ച് നടക്കുന്ന വ്യക്തിയല്ല പിണറായി വിജയൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് പുറത്ത് നടക്കുന്ന ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി അത് കേട്ടിട്ട് ഞാൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന മനോരാജ്യത്തിലോ അല്ലെങ്കിൽ എനിക്കുള്ള കസേരയാണ് അതെന്നുള്ള യാതൊരു ചിന്തയും ഒരു വ്യക്തിക്കില്ല എന്നതിൻ്റെ തെളിവാണ്. പലരും 2026 CM എന്ന പേരിൽ ഇൻസ്റ്റാ പേജും അല്ലെങ്കിൽ 2026 എന്ന കാർ നമ്പറൊക്കെ കൊണ്ട് നടക്കുന്ന സതീശന്മാരൊക്കെ കണ്ടു പഠിക്കേണ്ടത് അല്ലെങ്കിൽ കേട്ടു പഠിക്കേണ്ടതാണ്. ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ 10 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ പൊതുവെ ഒരു ചർച്ചയുണ്ട്, അടുത്തതും ഇടതുപക്ഷം വരാനാണ് സാധ്യത. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും വരുമെന്ന് വേണമെങ്കിൽ ഒരു മറുപടി പറയാം. പക്ഷെ അങ്ങനെയല്ല. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്വാളിറ്റി എന്ന് സതീശനൊക്കെ ഒന്ന് കണ്ടു പഠിക്കും. അതായത് സാധ്യതകൾ കൽപ്പിക്കപ്പെടുമ്പോഴും ആ സാധ്യതകളുടെ പിന്നാലെ പോകാതെ എന്താണോ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി ചെയ്യുക, ബാക്കി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അവർ തീരുമാനിക്കട്ടെ LDF 3.0 ലോഡഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതാണ് കൃത്യം ഉത്തരം. കാര്യം ഈ പറയുന്ന ഇടതുപക്ഷക്കാർ സ്വയം പറയുന്നതിനപ്പുറം ഇത് ഒരു ചോയ്സിന്റെ പ്രശ്നമാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷം അവരെ നയിച്ച ഒരു സർക്കാരിന് വീണ്ടും തുടർഭരണം കൊടുക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അവരാണ്. ആ ചോദ്യം വരുമ്പോൾ അതിന് ആ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന ജനങ്ങളെ പരിഗണിക്കുന്നുണ്ട്. അവരുടെ അവകാശത്തെ ഒട്ടും പരിഹസിക്കാതെ ഞങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നു എന്ന തരത്തിൽ മറുപടി പറയാത്ത ആ പിണറായി വിജയന്റെ രാഷ്ട്രീയം കേരളത്തിലെ മറ്റുള്ളവർ കണ്ട് പഠിക്കണമെന്ന് തന്നെ പറയുകയാണ്. അതായത് സോഷ്യൽ മീഡിയ ആണ് അല്ലെങ്കിൽ റീൽസ് ആണ് പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം എന്നതിനപ്പുറം അതല്ല. പ്രവർത്തികൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അഡ്രസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ അവർ അടുത്ത തവണ അവരുടെ സമ്മതിദാന അവകാശം തങ്ങൾക്ക് അനുകൂലമായിട്ട് നൽകത്തുള്ളൂ. ഒപ്പം തന്നെ പാർട്ടി എന്ന സംവിധാനത്തിന് പിണറായി വിജയൻ എത്രത്തോളം വിധേയപ്പെട്ടിട്ടുണ്ട്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങനെ ഒരു മറുപടി പറയുമോ? ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഗ്രഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ചുല്ലസിച്ചൊരു മറുപടി പറയും. അതിനപ്പുറത്തേക്ക് ഗൗരവതരമായി ആ ചോദ്യത്തിന് മിതമായ വാക്കുകളിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു വെക്കുന്നവർ ഉണ്ടാകത്ത് തന്നെയില്ല. പൊതുവെ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരട്ടെ. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് ഞാൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലയ്ക്ക് പലരും ഷർട്ടടിച്ച് വെച്ച് കാത്തിരുന്നതിന് ശേഷം പലരെയും കൊണ്ട് അല്ലെങ്കിൽ കയ്യിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഓൺലൈനിൽ കൂടെയും അടുത്ത മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചരണം നടത്തി അത് കണ്ട് വല്ലാതെ മോഹിച്ചിരിക്കുന്നവർ, ആ പ്രചരണത്തിലൊക്കെ വല്ലാതെ അഭിനമിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പിന്നാലെ വന്നോളും. അത് കൃത്യമായിട്ട് പിണറായി വിജയൻ പാലിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ വാക്കുകളെന്ന് നിസ്സംശയം പറയാൻ കഴിയും.